ട്രേഡിംഗ് ഏരിയയുടെ പ്രീ മാർക്കറ്റ് ആൻഡ് പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 217 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 40 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെനഞ്ഞാന്ന് ഏകദേശം മെനഞ്ഞാന്നല്ല തിങ്കളാഴ്ചത്തെ സപ്പോർട്ട് ലെവലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഇന്ന് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. വലിയൊരു ബെയറിഷ് ആയിരുന്നു, ഏകദേശം 400 പോയിന്റ്. ഒരു വട്ടം പോലും മാർക്കറ്റിൽ ഒരു റീട്രേസ്മെന്റ് ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെറിയൊരു ഫ്ലാറ്റ് ആയിട്ട് ചെറിയൊരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. ആ സമയം ഓപ്പൺ ചെയ്ത് ഒന്ന് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചെങ്കിലും പിന്നെ ത്രൂ ഔട്ട് മാർക്കറ്റിൽ ഒരിക്കൽ പോലും ഒരു പുൾ ബാക്കിന് ശ്രമിക്കാതെയാണ് മാർക്കറ്റ് ഏകദേശം 400 പോയിന്റ് താഴോട്ട് ഇടിഞ്ഞത്. ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ഒന്നും ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഈ ഒരു ട്രെൻഡ് മിക്കവാറും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ വീക്കിലി അനാലിസിസിൽ പറഞ്ഞതുപോലെ ഏകദേശം 23,825 ഈ ഒരു ലെവല് മാർക്കറ്റിലൊരു ബ്രേക്ക്ഔട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വാറിന്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഏകദേശം ഈ ഒരു ലെവല് വരയ്ക്കും 22,000 ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പാനിക് ആവാൻ വേണ്ടി പറയുന്നതല്ല. ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. അപ്പം ഇത് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ താഴോട്ടുള്ളതെന്ന് പറയുന്നത് സ്ട്രെങ്ത് അല്ലാത്ത ഒരു ഏരിയ ആണ്. ഇത്രയും ഏരിയ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഇല്ല, ആ മാർക്കറ്റിന്റെ സ്ട്രക്ചറിന് സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ ഇതിൽ എവിടെ സപ്പോർട്ട് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മിക്കവാറും ഏറ്റവും താഴെയുള്ള ഈ ഒരു സപ്പോർട്ട് ലെവൽ വരയ്ക്കും ചിലപ്പം 22,000 22,200 ലെവൽ വരയ്ക്കൊക്കെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഇന്നത്തെ സെക്ടറുകളെല്ലാം ഏകദേശം നിഫ്റ്റി ഫാർമ ഒഴികെ ബാക്കിയെല്ലാം നിഫ്റ്റി ഫാർമ ഒരു 0.41% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് തന്നെയാണ്. നിഫ്റ്റി ഹെൽത്ത് കെയറും പിന്നെ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസും ഈ 3 സെക്ടറും ഒഴികെ ബാക്കിയെല്ലാം വലിയ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം ഏകദേശം 1.74% ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് 2.13% നെഗറ്റീവായിട്ടാണ്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോ സെക്ടറാണ്. -3.15% ആണ് നിഫ്റ്റി ഓട്ടോ സെക്ടർ ഇടിഞ്ഞിട്ടുള്ളത്. നിഫ്റ്റി 50 നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഏകദേശം വിപ്രോ പോസിറ്റീവ് ആയിരുന്നു. വിപ്രോയിലും IT സെക്ടറിൽ വിപ്രോ 0.65% പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സൺഫാർമ ഹെൽത്ത് കെയറിൽ സൺഫാർമയും ഡോക്ടർ റെഡ്ഡിയും ഒക്കെ പോസിറ്റീവാണ്. NTPC പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് പോസിറ്റീവാണ്. കോൾ ഇന്ത്യ പോസിറ്റീവാണ്. ജിയോഫിൻ കോർപ്പറേഷൻ ജിയോഫിൻ സർവീസ് ഏകദേശം 1.14% പോസിറ്റീവാണ്. നിഫ്റ്റി 50യിൽ ഏകദേശം 7 സ്റ്റോക്കുകൾ ഒഴികെ ബാക്കി 43 സ്റ്റോക്കുകളും സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. റിലയൻസ് കണ്ടിന്യൂ ഇന്നലെയും ഇന്നൊക്കെ സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ തന്നെയാണ്. ICICI ബാങ്കും HDFC ഒക്കെ എല്ലാം നിഫ്റ്റി 50യെ സ്ട്രോങ് ആയിട്ട് താഴെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു റിലയൻസ് ഒക്കെ ഇടിഞ്ഞിട്ട് പോലും നിഫ്റ്റി ഇന്നലെ പിടിച്ചു നിന്നു. അത് ട്രംപിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ മാർക്കറ്റ് ഇപ്പോഴത്തെ ലെവൽസ് ഒക്കെ എന്ന് പറയുന്നത് എല്ലാം ന്യൂസ് ബേസ്ഡ് ആണ്. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസിൽ ഏകദേശം സ്ട്രോങ് സപ്പോർട്ട് എല്ലാം 24,000 സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ 24,000 ഒന്നും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും മാർക്കറ്റ് ചെറിയ സപ്പോർട്ടുകൾ എടുത്ത് സസ്റ്റെയിൻ ചെയ്ത് നിന്നതൊഴിച്ചാൽ ഒരിക്കൽ പോലും ഒരു ലെവലിൽ നിന്നും ഒരു പുൾ ബാക്കും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബേസ്ഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഡേ ക്യാൻഡിൽ പറഞ്ഞതുപോലെ തന്നെ സ്ട്രോങ് സപ്പോർട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് നാളത്തെ ലെവൽസ് നോക്കാം. ഡേറ്റ നോക്കാം. നമുക്ക് ഡേറ്റ
ഡേറ്റ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. കാരണം പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ ഇപ്പോഴാണ് വന്നത്. അതാണ് വീഡിയോയ്ക്ക് ലേറ്റ് ആയത്. സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ DIS ഏകദേശം 6,267 കോടിക്കാണ് സെല് ചെയ്തിരിക്കുന്നത്. സ്ട്രോങ് സെല്ലിംഗ് ആണ് FISന്റെ ഭാഗത്തു നിന്ന് സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. DIS 4,966 കോടിക്കാണ്. DIS റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തിരിക്കുന്നത്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തിരിക്കുന്നത്. നെറ്റ് സെല്ലിംഗ് ആണ് FISന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് FIS. ഏകദേശം പുട്ട് ഓപ്ഷൻ 4.53 ലാക്ക് ക്വാണ്ടിറ്റി, 4.5 ലക്ഷം ക്വാണ്ടിറ്റി ആണ് പുട്ട് ഓപ്ഷൻ. ഇന്നലത്തെക്കാളും ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട്. 4.5 ലക്ഷം ക്വാണ്ടിറ്റിയാണ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുന്നത്. കോൾ ഓപ്ഷൻ 1.85 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും സെല് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.7 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും മാർക്കറ്റിൽ. അതുപോലെ തന്നെ പ്രോ പുട്ട് ഓപ്ഷൻ 93 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. ക്ലൈന്റ് 5.2 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്. 3.55 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. മാർക്കറ്റ് ട്രെൻഡ്, ഇപ്പോൾ ഉള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. മാർക്കറ്റിൽ മിക്കവാറും ഒരു സെൽ ഓൺ പ്രൈസ് സ്ട്രാറ്റജി ആയിരിക്കും നാളെയും വർക്കാകാൻ സാധ്യതയുള്ളത്. എങ്കിലും കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. നമ്മൾ ഇന്ന് തൊട്ട് പലരും ഇപ്പൊ സമയമുള്ളത് കൊണ്ട്, നേരത്തെ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി മാത്രം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിന്നത്. പലരും വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി വേണമെന്ന് പറയുന്നുണ്ട്, ഫിൻ നിഫ്റ്റി വേണമെന്ന് പറയുന്നുണ്ട്, സെൻസെക്സ് വേണമെന്ന് പറയുന്നുണ്ട്. സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ എന്ന് പറയുന്നത് സെയിം ലെവൽസ് തന്നെയാണ്. നിഫ്റ്റിയുടെ ലെവൽസ് നോക്കി നമുക്ക് സെൻസെക്സിൽ ട്രേഡ് ചെയ്യാം. എന്നാലും വീണ്ടും അതിന്റെ ലെവൽ കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സിന്റെയും ലെവൽസ് ഇന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇന്നോട്ട് വീഡിയോയിൽ. ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. നമ്മൾ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയിൽ പറഞ്ഞതുപോലെ തന്നെ വിക്സ് ഇന്ന് വീണ്ടും കൂടിയിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 18 വന്ന വിക്സ് ഇന്ന് വീണ്ടും ഏകദേശം 23 അടുപ്പിച്ച് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. 21 വിക്സ് വീണ്ടും കയറി നിൽക്കുന്നത്. ഹൈ പ്രീമിയം ആണ്. അപ്പം സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നല്ല മെൽറ്റിംഗ് ഉണ്ടാവും. സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റാണ്. അപ്പം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നവർ. നമുക്ക് 15 മിനിറ്റിന്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നലെ 15 മിനിറ്റിൽ ഇന്ന് തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് മുകളിലോട്ട് ഈ ഒരു ലെവല് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം 24,288 മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് നോക്കാന്ന് പറഞ്ഞ് മാർക്കറ്റ് കൃത്യം മെനഞ്ഞാന്നത്തെ ആ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായ ഒരു ഏരിയയിൽ നിന്ന്, ഇന്നലത്തെ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുള്ള ഏരിയയിൽ നിന്ന് തന്നെ ഇന്ന് രാവിലത്തെ ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നത്. സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏരിയയിൽ നിന്ന് സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് ഇതിൽ ഒരിക്കൽ പോലും 15 മിനിറ്റിൽ ഒരിക്കൽ പോലും ഒരു പുൾ ബാക്കിന് ശ്രമിച്ചിട്ടില്ല നിഫ്റ്റി. അത്രയ്ക്കും സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. നാളെ ഈ ഒരു ലെവല് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,000 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇനി 24,000 ഒക്കെ എന്ന് പറയുന്നത്, കാരണം ഇന്ന് 24,000 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടേ ഇല്ല. അവിടെ ഒരു പുൾ ബാക്കിന് പോലും 24,000 ശ്രമിച്ചിട്ടില്ല. അപ്പം ഇനി അത് 24,000 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പം കൃത്യമായിട്ട് 24,000 നോക്കുക. 24,000 സ്ട്രോങ് ബ്രേക്ക്ഔട്ട് മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കുക. താഴോട്ട് സ്ട്രോങ് ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് നമുക്കിപ്പം 9-ാം തീയതി വന്നിട്ടുള്ള ഈ ഒരു ലെവലാണ് 23,738. ഇത് താഴോട്ട് 15 മിനിറ്റിലൊക്കെ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് എൻട്രി നോക്കുക. ചിലപ്പം ഇവിടെ നിന്നൊരു സപ്പോർട്ടിന് മാർക്കറ്റ് ശ്രമിച്ചേക്കും. 23,738 ഏരിയ, ഈ ഒരു ലെവല് മാർക്കറ്റ് മിക്കവാറും ഒരു ബ്രേക്ക്ഔട്ടിന് സപ്പോർട്ടിന് ഒരു പുൾ ബാക്കിന് ചിലപ്പം ശ്രമിച്ചേക്കും. അപ്പം ഇവിടെ മാർക്കറ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ പ്രൈസ് ആക്ഷൻ നോക്കുക. പ്രോപ്പർ താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് എൻട്രി നോക്കുക. മുകളിലോട്ട് 24,000 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് തുടരും.
സെൻസെക്സിലും സെയിം ലെവൽ തന്നെയാണ്. ഈ ഒരു ലെവല് 77,296, 27,300 ലെവല് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി എടുക്കാം. സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും ഇത്. 27,300 ലെവല് സെൻസെക്സിന് സ്ട്രോങ് ലെവൽ റെസിസ്റ്റൻസ് ആയിരിക്കും. സപ്പോർട്ട് വരുന്നത് 76,600, 500 ലെവല് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും, സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. ഇത് 76,500 താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രം താഴോട്ട് എൻട്രി നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും മാർക്കറ്റ് സെൽ ഓൺ പ്രൈസ് സ്ട്രാറ്റജി ആയിരിക്കും മിക്കവാറും നാളെ വർക്കാകാനുള്ള സാധ്യത കൂടുതൽ. അപ്പം കൃത്യമായിട്ട് നോക്കുക. ബൈയിങ്ങിലോട്ട് നോക്കാതിരിക്കുന്നതാണ്. 24,000 നിഫ്റ്റിയിൽ 24,000 ബ്രേക്ക്ഔട്ട് കിട്ടുന്നത് വരയ്ക്കും ബൈയിങ്ങിലോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 56,200 ലെവല് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ 56,000 സ്ട്രോങ് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കുക. അല്ലെങ്കിൽ 56,000 ലെവലിലൊക്കെ 56,200 ലെവലിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടാകും. 56,100, 200 ലെവലിലൊക്കെ മാർക്കറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് മാർക്കറ്റിൽ ഉണ്ടാകും. താഴോട്ടുള്ള ലെവൽ വന്നിട്ട് 55,300, 5,320. ഇത് രണ്ടും സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം താഴോട്ടും ഈ ഒരു ലെവല് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രം നമുക്ക് 9-ാം തീയതിയുള്ള ലോ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ താഴോട്ട് എൻട്രി നോക്കാവൂ. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോവാം. ഇൻട്രാഡേ ലെവൽസിൽ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് അത് CPRലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്ക്ഔട്ട് കിട്ടിയാലും നെക്സ്റ്റ് ലെവൽ വന്നിട്ട് 24,113, 139. ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി. ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സോണ് 24,118 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,000 വരെ മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് വരുന്ന ഒരു സ്ട്രോങ് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയതിനു ശേഷം 24,000 വന്നു. എങ്കിലും 24,000 സ്ട്രോങ് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ മാർക്കറ്റ് അവിടെ കൊണ്ട് നിന്നില്ല. ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും താഴോട്ടൊരു ഫോളിലോട്ട് പോയത്. നാളെ CPR വരുന്നത് വൈഡ് CPR ആണ്. 24,934 തൊട്ട് 24,067 വരയ്ക്കും ഏകദേശം 120 പോയിന്റിന്റെ CPR ആണ്. വൈഡ് CPR ആണ്. വലിയ റേഞ്ചാണ് നമുക്ക് വരുന്നത്. ഒരൊറ്റ റെസിസ്റ്റൻസും ഒരൊറ്റ സപ്പോർട്ടും മാത്രമേ വരച്ചിട്ടുള്ളൂ. 23,994, 24,022. 24,000 സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും CPRും. പിന്നെ 24,000 എന്നുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് മാർക്കറ്റിന് സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കൊടുക്കും. അപ്പം കൃത്യമായിട്ട് മുകളിലോട്ട് CPR ഒക്കെ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കുക. അതുപോലെ തന്നെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇന്നലെ മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടാണ് ഫോൾ ആയിട്ടുള്ളത് ഇന്ന്. അപ്പോൾ മാർക്കറ്റ് അവിടെ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടാകും. CPR കൂടിയാണ്, പിവറ്റ് പോയിന്റ് കൂടെ ഉള്ളതാണ്. അപ്പം കൃത്യമായിട്ട് അവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുന്നതായിരിക്കും മുകളിലോട്ട് എൻട്രി എടുക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെൽ ഓൺ റൈസ് ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുക. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും ഇതൊക്കെ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. CPRും 23,994, 24,000 ലെവല് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ആദ്യത്തെ 5 മിനിറ്റ് മുകളിലോട്ട് സ്ട്രോങ് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ബുള്ളിഷ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. താഴത്തെ സപ്പോർട്ട് വരുന്നത് 23,699, 23,723 താഴത്തെ സപ്പോർട്ട് വരുന്നത്.
ഇത് വലിയ റേഞ്ചാണ്. ഇതിനിടയ്ക്കുള്ള ലെവൽസ് ഇൻട്രാഡേയിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിനിടയ്ക്കുള്ള ലെവൽസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. നമുക്കടുത്ത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. ബാങ്ക് നിഫ്റ്റിയിലും 2 ലെവൽസേ വരച്ചിട്ടുള്ളൂ. നിഫ്റ്റിയിലുള്ളതുപോലെ CPR വരുന്നത് വൈഡ് CPR ആണ്. 55,917 തൊട്ട് 56,285 വരയ്ക്കാണ്. ഏകദേശം 1300 പോയിന്റിന്റെ 400 പോയിന്റ് അടുപ്പിച്ചുള്ള CPR ആണ് വരുന്നത്. മുകളിലത്തെ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 56,73, 56,135 ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും ഈ ഒരു ഏരിയയിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും. താഴത്തെ സപ്പോർട്ട് വരുന്നത് 55,319, 55,271 ഏരിയ ആണ് താഴത്തെ സപ്പോർട്ട് വരുന്നത്. അപ്പം ഈ ഏരിയയിൽ കൃത്യമായിട്ട് നോക്കുക. ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയ്ക്കുള്ള ഇൻട്രാഡേ ലെവൽസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിഫ്റ്റിയോടൊപ്പം ഇതിന്റെയും സെൻസെക്സിന്റെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. തൽക്കാലം സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ടുള്ള 2 ലെവൽസ് മാത്രമേ വരച്ചിട്ടുള്ളൂ. അടുത്ത് നമുക്ക് സെൻസെക്സ് നോക്കാം. സെൻസെക്സ് ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കി തന്നെ നമുക്ക് സെൻസെക്സിൽ ട്രേഡ് ചെയ്യാം. പിന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. CPR വരുന്നത് 77,087 തൊട്ട് 77,542 വരയ്ക്കാണ്. ഏകദേശം 400 പോയിന്റ് അടുപ്പിച്ച് CPR ആണ്, വൈഡ് CPR ആണ്. മുകളിലത്തെ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 77,276, 77,380 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. താഴത്തെ സപ്പോർട്ട് വരുന്നത് 76,402, 76,300. ുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.